സിബിൻ തിരിച്ചു വരുമോ? അതെ, പോയ സിബിൻ, അതായത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാറി നിൽക്കാൻ വേണ്ടി പോയ സിബിൻ തിരിച്ചു വരുമോ? ജാസ്മിന്റെ അവസ്ഥ എന്താണ്? റസ്മിനെ പോലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരുമോ? എന്താണ് സിജോ റീ എൻട്രി ഉണ്ടാകുമോ? റീ എൻട്രി പോക്ക് ഇതാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് അർജുൻ അതിമനോഹരമായി ഗെയിം കളിച്ചു, ജയിച്ചിരിക്കുകയാണ്. ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചും പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ സിബിൻ്റെ കാര്യം ആദ്യം പറയാം. സിബിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് വീട്ടിൽ നിന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിബിൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിനുള്ള ഉറപ്പും ഉണ്ട്. തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 90% മേലെ ചാൻസ് സിബിൻ തിരിച്ചു വരും. സിബിൻ്റെ റീ എൻട്രി ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ സിജോയുടെ റീ എൻട്രി ഉണ്ടാവാനും ചാൻസുകളാണ് കാണുന്നത്. 90% മേലെ ചാൻസ് സിബിനും സിജോ എല്ലാം കൂടെ എല്ലാവരുടെയും റീ എൻട്രി ഉണ്ടാവും, അത് മനസ്സിലാക്കിക്കോ. ഇനി നമ്മുടെ ജാസ്മിന് ഒട്ടും വയ്യ കേട്ടാ. എനിക്ക് തോന്നുന്നു റസ്മിൻ്റെ അത് തന്നെയാണ്, അത് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തോ കൊണ്ടുപോയിട്ടുണ്ട്. ജാസ്മിന് മിക്കവാറും എനിക്ക് തോന്നുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റും. കാര്യം ആ കുട്ടിക്ക് അവിടെ ആ തണുത്ത് കിടക്കുന്നതിനെക്കാട്ടിയും ഭേദം ഹോസ്പിറ്റലിൽ റെസ്റ്റാണ് നല്ലത്. അവിടെ ട്രീറ്റ്മെൻറ്റ് വേണം. ഒട്ടും വയ്യ, അതിന് ശ്വാസം വിടാൻ പോലും വയ്യ. അതിനെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജാസ്മിൻ ഒട്ടും ഭയങ്കര വീക്കാണ്. ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ മിക്കവാറും ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. ജാസ്മിൻ്റെ ആ ഒരു ഇതിൽ വയ്യായികയിലും ഒക്കെ കാണാൻ എനിക്ക് കഴിയുന്നത് റസ്മിനെ പോലെ തന്നെയായിരുന്നു. റസ്മിനെക്കാട്ടിയും വയ്യാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. റസ്മിൻ നല്ല ക്ഷീണമായിരുന്നു, വിറയലായിരുന്നു. ഇന്ന് ജാസ്മിന് വിറയൽ തുടങ്ങി പനിയുടെ ഇത് കാരണം. അപ്പോൾ അവിടെ കിടക്കുന്നതിനെക്കാട്ടി നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതായിരിക്കും. തിരിച്ചു വരും കേട്ടോ, എല്ലാം തിരിച്ചു വരും. റീ എൻട്രികളുടെ പൂരം. പോകുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു. എന്തുവാണ് ഇത്? ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉള്ള നല്ല കളിക്കാരെല്ലാം പോയി. ഇനി അവിടെ കുറച്ച് പേരുണ്ട് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും വേണ്ടി മാത്രം. പക്ഷെ ഇന്ന് നന്നായിട്ട് കളിച്ചു കേട്ടോ എല്ലാവരും. ഇന്ന് എല്ലാവരും നന്നായിട്ട് കളിച്ച് ഒരു ഫൺ ടാസ്ക് ഉണ്ടായിരുന്നു. എന്താണ്, തോമസ് ഊട്ടി വിട്ടോടാ, അതാണ് ടാസ്കിൻ്റെ പേര്. കാലിന് ബലൂൺ കിട്ടിയിട്ട് ചവിട്ടി പൊട്ടിക്കാൻ. അതാണ് സംഭവം, എല്ലാ സീസണിലും നടക്കുന്ന സംഭവമാണ്. അപ്പോൾ സ്റ്റോർ റൂമിൽ തന്നിരിക്കുന്ന ബലൂൺ എടുത്ത് വെച്ചിട്ട് കാലിൽ കെട്ടി വെക്കുക, അന്യോന്യം ബലൂൺ പൊട്ടിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബലൂൺ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കാൻ, സ്വന്തം ബലൂൺ പൊട്ടാതെ നോക്കണം. സ്വന്തം ബലൂൺ അറിയാതെ പൊട്ടാൽ തന്നെ ഔട്ടാവും. എന്തായാലും അതിൽ നന്നായിട്ട് എല്ലാവരും കളിച്ചിട്ടുണ്ട്. ബസർ അടിക്കുന്നു. ആദ്യത്തെ റൗണ്ടിൽ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പിടണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് ചെരുപ്പിടണ്ട എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീരേഖ ജിൻഡോയുടെ പുറകെ ഓടുന്നു. എന്തായാലും ഋഷി കസേര കയറിയിരിക്കുന്നു, ജിൻഡോ കസേര കയറിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നന്ദന അഭിഷേക് ശ്രീകുമാറിൻ്റെ പുറകെ ഓടുന്നു, പൊട്ടിക്കുന്നു. അതുപോലെ തന്നെ അപ്സര ആദ്യത്തെ റൗണ്ടിൽ ഔട്ടാവുകയാണ്. ഗബ്രിയാണ് പൊട്ടിക്കുന്നത്. അപ്സരയ്ക്ക് ഭയങ്കര വിഷമം, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്സര ഗബ്രിയുടെ പൊട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ബസറിൽ അപ്സര ഔട്ടാകുന്നു പൂർണ്ണമായിട്ടും. നോറ, അൻസിബ, ശ്രീരേഖ, റസ്മിന്, ജിൻഡോ, സായി എല്ലാവരും അടുത്ത റൗണ്ടിലാണ് ഔട്ടാകുന്നത്. നന്ദന നല്ല ചാടി കളിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ഇതായിട്ടുള്ളത് നന്ദനയാണ് കേട്ടോ. പക്ഷെ ആ കുട്ടിക്ക് കുറച്ചും കൂടെ ഒരു ഈ ഗെയിമിനനുസരിച്ചിട്ടുള്ള ഒരു ഇതും കൂടെ വന്നിരുന്നെങ്കിൽ, ബുദ്ധിപരമായിട്ട് നിൽക്കാൻ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. ടാക്ടിക്സ് കുറവാണ്. പിന്നെ ഈ ബിഗ് ബോസിന് പരമായിട്ടുള്ള ഗെയിമിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ ഇങ്ങനെ അങ്ങനെ നിന്നാൽ ഇങ്ങനെ. പക്ഷേ പുള്ളിക്കാരി നല്ല ഫിസിക്കലി സ്ട്രോങ് ആയിട്ടാണ് നന്ദന എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ ശരണ മാറി ഒളിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 7 പേരായി. ബാക്കി 7 പേരിൽ അവസാനം 4 പേരായി. ഋഷി, അഭിഷേക്, 2 അഭിഷേകുകളും അർജുനും. മറ്റേ അഭിഷേക് നന്നായിട്ട് ഹൈഡ് ചെയ്തിരുന്ന് സേഫ് ഗെയിമാണ് കളിച്ചത്. പക്ഷെ എന്നാലും അതും ഒരു കഴിവല്ലേ, അത് കളിച്ചു. അർജുൻ നേരെ നിന്ന് കളിച്ചു. ഋഷിയും നല്ല റിസൾട്ട് ഡിഫെൻസ് ചെയ്തു. ശ്രീകുമാറും നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സേഫ് ഗെയിം അബിയുടെ പുറകെ പോയി. പക്ഷെ അബീനെ ഔട്ടാക്കാൻ പറ്റില്ല. പക്ഷെ കുറേ പരിശ്രമിച്ച ശേഷം അബി ഔട്ടായി. എന്തായാലും നന്നായിട്ട് കളിച്ചു അബി കെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവസാനം അഭിഷേക് എസ്സും ഔട്ടായി. നന്നായിട്ട് കളിച്ചു. അർജുനും ഋഷിയായിരുന്നു. അർജുൻ നന്നായിട്ട് കളിച്ചു. അങ്ങനെ അർജുൻ അവസാനം ഋഷിയുടേത് ഊരിപ്പോയി ബലൂൺ, അങ്ങനെ പൊട്ടിക്കാൻ ചെയ്തത്. അർജുൻ ഇതിനകത്ത് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അർജുനും ഋഷിയുടെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് എന്തൊരു സ്പീഡായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ 2 പേരും കളിച്ചു. അർജുനാണ് ഈ ടാസ്കിലെ വിജയി. അപ്പോൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് പറയാം. സിജോയുടെ കാര്യം റീ എൻട്രി, അതേപോലെ തന്നെ സിബിൻ തിരിച്ചു ഇപ്പോഴും വരില്ല, കുറച്ച് കഴിയും. എനിക്കൊന്ന് സിജോ ആയിരിക്കും ആദ്യം കയറുന്നതെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ അർജുൻ്റെ കാര്യം, അർജുനല്ലല്ലോ, നമ്മുടെ ജാസ്മിൻ്റെ കാര്യം മിക്കവാറും ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ജാസ്മിൻ്റെ ആ ഒരു കാര്യം ബാക്കിയുള്ളവർക്കും ചിലപ്പോൾ ഇൻക്യുബേഷൻ പീരീഡാണ്, ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റൂം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവർക്കും അവിടെ വന്നിരിക്കും. ഇപ്പോൾ അവർക്കൊന്നും അവിടെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. അവർക്ക് ഇരിപ്പോൾ കാര്യം കൂടുതൽ സ്പ്രെഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ജാസ്മിനെ മാറ്റി ശരിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.